ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വിഷുദിനത്തിൽ രണ്ട് ചിത്രങ്ങളായിരുന്നു ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ചിത്രം പള്ളിച്ചട്ടമ്പി, ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന കുഞ്ചാക്കോവൻ ചിത്രമായിരുന്നു. അതോടൊപ്പം തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മികച്ച മുന്നേറ്റം നടത്തുന്ന വാഴ 2, അതോടൊപ്പം തന്നെ മോഹിനിയാട്ടം തുടങ്ങിയ ചിത്രങ്ങളുടെ എല്ലാം തന്നെ വിഷുദിനമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുനിന്നിരിക്കണം. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഏപ്രിൽ മാസം 2-ാം തീയതി തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു വാഴ 2 എന്ന് പറയുന്ന സിനിമ. ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലോട്ടാണ് ചിത്രം ഇത് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് 185 കോടി ചിത്രം പിന്നിട്ടു. സോഷ്യൽ മീഡിയ താരം ഹാഷിർ, അരൻ, വിനായക തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ സവിൻസ അണിയിച്ചൊരുക്കിയ ചിത്രം ഇപ്പോൾ കേരളം മുഴുവൻ തരംഗമായിട്ട് മാറുകയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ വൻ തരംഗം സൃഷ്ടിച്ച് മറ്റൊരു ഇൻഡസ്ട്രി ഹിറ്റിലോട് ചിത്രം നീങ്ങുകയാണ്. വിഷുദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് 5,33,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 185 കോടി പിന്നിട്ട ചിത്രം കേരള ബോക്സ് ഓഫീസിന് മാത്രം ഏകദേശം 96 കോടി രൂപയോളം പിന്നിട്ടതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച തിയേറ്ററിലോട്ടെത്തിയ ചിത്രമായിരുന്നു സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ഭരതനാട്യം എന്ന് പറയുന്ന സിനിമയുടെ തുടർഭാഗമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. സൈജു കുറുപ്പിനോടൊപ്പം തന്നെ വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരുന്നിട്ടുണ്ടായിരുന്നത്. സുരാജ് വഞ്ഞാർമൂട്, ബേബി ജിൻ, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജനി, ശ്രീജ രവി, സുധീർ രമേശ് തുടങ്ങിയ ആദ്യ ഭാഗത്തിലെയും രണ്ടാം ഭാഗത്തിലെയും താരങ്ങൾ കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ആദ്യ ഭാഗം അണിയിച്ചൊരുക്കി കൃഷ്ണദാസ് മുരളി തന്നെയായിരുന്നു ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിന് വിഷുദിനമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,38,00,000 രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രം ഈ ഒരു വർഷത്തെ വിജയത്തിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇതിനോടൊപ്പം തന്നെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് 10 കോടി പിന്നിട്ടതായിട്ടും ഒഫീഷ്യലായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ തിയേറ്ററിലെത്തിയ മറ്റൊരു ചിത്രമാണ് കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രമെത്തിയ ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ. കുഞ്ചാക്കോ ബോബൻ, ദിലീഷ് ബോധൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രമാക്കി എന്നാത്തൻ കേസുകൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവെ അണിയിച്ചൊരുക്കിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു ഒരു ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറയുന്ന സിനിമ. ചിത്രം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിന് ഒരു ഡീസന്റ് കളക്ഷൻ സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ 80 ലക്ഷം രൂപയോളമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഏകദേശം 2 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ട്. മികച്ച ഒരു ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല. വിഷുദിനമായിട്ട് ഒരു കുഞ്ചാക്കോവൻ ചിത്രത്തിന് ഒരു ആവറേജ് ഓപ്പണിംഗ് മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. സമ്മിശ്ര അഭിപ്രായങ്ങളാണ് ചിത്രത്തെ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിഷു സ്പെഷ്യലായിട്ട് ഇന്നലെ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു ടൊവിനോ തോമസ് കേന്ദ്ര കഥാപാത്രത്തെത്തിയ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സിനിമ. ടൊവിനോ തോമസ്, ബാബുരാജ്, കയാദ് ലോകർ തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി ഡിജ ജോസ് ആന്റണി ആയിരുന്നു ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. വലിയൊരു ഹൈപ്പിലെത്തിയ ചിത്രം, എന്നാൽ ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനം സൃഷ്ടിച്ചിട്ടില്ല. വാഴ 2 ഒരു വാഴ 2 ഒരു 14-ാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ ചിത്രത്തിന് സാധിച്ചില്ല. ഏകദേശം 2,97,00,000 രൂപയോളം മാത്രമാണ് ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ചിത്രം ഏകദേശം 6 മുതൽ 8 കോടി രൂപ വരെ ചിത്രം സ്വന്തമാക്കിയതായിട്ടാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രണ്ടാം ദിനം എല്ലാ ചിത്രങ്ങൾക്കും വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. വാഴ 2, ഭരതനാട്യം 2, മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമകൾ മാത്രമാണ് കേരള ബോക്സ് ഓഫീസിൽ വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കുന്നത്. എന്തൊക്കെയാണ് കണ്ടു തന്നെ അറിയാം. ഇന്നത്തെ ദിവസം ആരായിരിക്കും ഏറ്റവും വലിയൊരു കളക്ഷൻ ഉയർത്തുന്നതെന്നും ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പം ഈ ഒരു ലിസ്റ്റിലുള്ള ചിത്രങ്ങൾ ഇല്ലാതെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ചിത്രം ഏതെന്ന് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ.